നീ എന്റെ അടുത്തുനിന്ന് എന്തോ മറക്കുന്നുണ്ട്. അതെ, നിന്റെ അടുത്തുനിന്ന് കുറച്ചു ദൂരം മാറി ഒരു പെണ്ണെന്തോ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്താണ്? പെണ്ണോ? അതെ, ഞാൻ അവളെ കണ്ടു. അവളോട് ഞാൻ സംസാരിച്ചു. ഓഹോ, പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ? പറ, നീ അവളുടെ കൂടെ വന്നതാണോ? എടി, നീയാണ് സത്യം. എനിക്ക് അവൾ ആരാണെന്ന് പോലും അറിയില്ല. നീ എന്നെ കൊണ്ട് സത്യം ഇട്ടതുകൊണ്ട് കള്ളമല്ല പറഞ്ഞെന്ന് കരുതുന്നു. ശരി, വാ പോവാ. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാന്ന് നീ കരുതേ വേണ്ട. വന്ന് കേറ്. അയ്യോ, നിന്നോട് ഞാനിപ്പോ എന്താ പറയാ? നീ ഒന്നും പറയണ്ട. അയ്യോ എടി മയൂരി, എനിക്കിപ്പോ വരാൻ പറ്റില്ലാന്ന്. അതെന്താ? എന്തു പറ്റി? പറയാൻ പറ്റില്ല. കളിക്കല്ലേ അർജുൻ, വന്ന് കേറ്. അയ്യോ, നിന്നോട് എങ്ങനെയാ പറയാ? ശരി, പോ. ഏയ്, അങ്ങോട്ട് തിരിഞ്ഞേക്കടി. നിന്റെ കുരുട്ടുപുതിയൊന്നും കാണിച്ചേക്കല്ലേ, ഞാൻ വെറുതെ വിടില്ല. കഴിഞ്ഞോ അർജുൻ? കഴിഞ്ഞില്ലേ? അർജുൻ, ഞാൻ തിരിയട്ടെ? അർജുൻ, ഒന്ന് പെട്ടെന്ന് വാ. നിന്നോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അർജുൻ. നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. നീ എവിടേക്ക് പോയാലും ഞാൻ നിന്നെ വിടില്ല അർജുൻ. ഇത് നീ എഴുതി വെച്ചോ അർജുൻ. ഈ മയൂരി ജനിച്ചത് തന്നെ ഈ അർജുന് വേണ്ടിയിട്ടാണെന്ന്. അനന്യ, അനന്യ, ചെറിയമ്മേ, നീ എന്തായി ചെയ്തേ? അനന്യ, നീ എന്തിനാ അവന്റെ കഴുത്തിൽ കടിച്ചത്? നീ ഇപ്പോൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഇല്ല ചെറിയമ്മേ, അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ആ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ കേൾക്കാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അവന് കുറച്ച് വിഷമേ ഏറ്റിട്ടുള്ളൂ. അല്പസമയത്തിനകം അവന് ഭേദമാകും. അവൻ രക്ഷപ്പെടും. പക്ഷെ എനിക്കതല്ല അറിയേണ്ടത്. നീ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാകും. നിന്റെ വിശ്വരൂപം നീ കാട്ടിക്കഴിഞ്ഞാൽ നിനക്കാണ് ആപത്ത്. അതിനേക്കാൾ പ്രധാനം നിന്റെ ലക്ഷ്യത്തിനും ശത്രുക്കളോടുള്ള നിന്റെ പ്രതികാരത്തിനും അത് തടസ്സമാകും. അത് ശത്രുക്കളെങ്ങാനും അറിഞ്ഞാൽ നീ എവിടെയാണെന്ന് അവർ കണ്ടെത്തി നിന്നെ അവർ നശിപ്പിച്ചേക്കാം. ചെറിയമ്മേ, അതെ അനന്യ, നിന്റെ വിശ്വരൂപം എത്രത്തോളം നീ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകും. അതല്ലാതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് തലവെച്ച് നിന്റെ ജീവനെ നീ തന്നെ ആപത്തിലാക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ അനന്യ. ഇനി ഒരു തവണ കൂടി നീ നിന്റെ യഥാർത്ഥ രൂപത്തെ ആരെയും കാണിക്കരുത്. ശരി ചെറിയമ്മേ, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഒരു തെറ്റ് ചെയ്തു. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ഇനി മുതൽ നീ വളരെയധികം ശ്രദ്ധിക്കണം അനന്യ. നിന്റെ എതിരാളികൾ നീ എവിടെയുണ്ടെന്ന് കണ്ടെത്താനായി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എനിക്കറിയാം ചെറിയമ്മേ, ഇപ്പോൾ എന്റെ ഒരു ശത്രുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവനെ അന്വേഷിച്ചു പോവുകയാണ്. ഞാൻ വൈകിപ്പോയാൽ ചിലപ്പോൾ അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. ചെറിയമ്മേ, ഞാൻ പോവുകയാണ്. എന്റെ മിസ്മായ എങ്ങോട്ടാണോ പോയത്? അവൾ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ.
ഞാൻ പോകുമ്പോ ഇവിടെയാ ഉണ്ടായിരുന്നത്. ഇനി എവിടെയെന്ന് പറഞ്ഞ അന്വേഷിക്കുക. അനന്യ കൂടെ ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് പോയാ പിന്നെ ഒരിക്കലും അവളുടെ അമ്മ എന്റെ ഒപ്പം അവളെ അയക്കില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഈ മയൂരി വന്ന എല്ലാം നശിപ്പിച്ചത്. എന്തോ ഒരു ഭാഗ്യത്തിനാ എനിക്കിന്ന് അനന്യയുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവസരം കിട്ടിയത്. അവളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചും സ്നേഹിക്കുന്ന തരത്തിലേക്ക് ഞാൻ കാര്യങ്ങൾ മാറ്റിയെടുക്കുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൾ എവിടെയെന്ന് പറഞ്ഞാൽ ഒന്ന് അന്വേഷിക്കാം. മൈ ഗോഡ്, അന്നത്തെ പോലെ അനന്യ ഒരു പക്ഷെ എവിടെയെങ്കിലും തലചുറ്റി വീണതാണെങ്കിലോ? ഓ ഷിറ്റ്. മഹാദേവ, പ്ലീസ് എന്റെ അനന്യ എത്രയും വേഗം എന്റെ കൺമുന്നിൽ എത്തിക്കണേ. നിനക്ക് എന്ത് പറ്റി? എന്താണ് നീ ഇങ്ങനെ പിടയ്ക്കുന്നേ? ആരാടാ അവള്? അവൾ ആരെന്ന് എനിക്ക് അറിയില്ലടാ. അവള് വെറുതെ ഒന്ന് കളിയാക്കാനായിട്ട് പോയതാ. പക്ഷെ അവള് നാക്ക് പാമ്പിനെ പോലെ നീട്ടി എന്നെ കടിച്ചിട്ട് ഓടിപ്പോയി അളിയാ. നല്ല വേദനയുണ്ട് അളിയാ, സഹിക്കുന്നില്ല, നീർന്നടാ. നീ എന്താടാ പറയുന്നേ? പാമ്പിനെ പോലെ നാക്ക് നീട്ടിന്നോ? മനുഷ്യർക്ക് എങ്ങനെയാടാ പാമ്പിനെ പോലെ നാക്ക് നീട്ടാൻ പറ്റുന്നത്? എന്താടാ നീ രാവിലെ തന്നെ ഫിറ്റാണോ? ഇല്ലടാ, എന്റെ അമ്മയാണ് ഞാൻ പറയുന്നത് സത്യമാണടാ. ഞാൻ എന്തിനാടാ നിങ്ങളോട് കള്ളം പറയുന്നത്? എടാ, അവള് കടിച്ചത് ഉള്ളത് തന്നെയാ. ഞാൻ അവളെ അബ്സോർവ് ചെയ്തിരുന്നു. അവളുടെ ദേഷ്യം കണ്ടാൽ അറിയാം അവൾ തന്നെ ആയിരിക്കും കടിച്ചത്. ഇല്ലെങ്കിൽ ഇവനിങ്ങനെ പിടയ്ക്കില്ല. ഇതിലും വല്ല അടി കിട്ടിയിട്ടും ബലവാനായിട്ട് നിന്നവനാണിവൻ. ശരി അളിയ, നീ ഇവിടെ തന്നെ കിടന്നോളൂ. ഞങ്ങൾ പോയി അവളെ ഒന്ന് കണ്ടിട്ട് വരാം. വാടാ, അവളെ ഒന്ന് കാണിച്ചതാ. സ്വാമി, അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങയോടൊരു ചെറിയ കള്ളം പറഞ്ഞായിരുന്നു. അത് ഞങ്ങൾ വളരെ ദൂരത്തുനിന്നല്ല വരുന്നത്. അന്ന് പറഞ്ഞതുപോലെ മൈസൂരല്ല, ഇതേ നാട്ടില. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ദത്തെടുത്തത് ഏതോ ഒരു പെണ്ണിനെ അല്ല, ഒരു പെൺകുട്ടി. പേരെന്താണ്? അനന്യ എന്ന പേര്. നിർത്ത, വാഹനം നിർത്ത. സ്വാമി, സ്വാമി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിൽക്കണം സ്വാമി. സ്വാമി, സ്വാമി, ദേവി ഇത് പോകരുത്. ഞാൻ അങ്ങേ വിശ്വസിച്ചാ വന്നിരിക്കുന്നേ. എന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേറെ ആരെ കൊണ്ടും കഴിയില്ല സ്വാമി. ഇപ്പൊ എന്റെ ഭാര്യയെ അങ്ങ് രക്ഷിച്ചില്ലെങ്കിൽ അവളെ മെന്റൽ ഹോസ്പിറ്റലാക്കേണ്ടി വരും. രക്ഷിക്കാമെന്ന് പറയൂ സ്വാമി. അങ്ങ് വരാമെന്ന് പറയുന്നത് വരെ ഞാൻ ഈ കാല് വിടില്ല. ദേവി ഇത് വരണം സ്വാമി. ജയ് മഹാകാല. ഏയ്, എനിക്ക് നിന്നെ പോലെ കള്ളം പറയുന്നവരെ കണ്ടാൽ വെറുപ്പാണ്. എന്നോട് ഇനിയും എത്ര കള്ളങ്ങൾ നീ പറഞ്ഞിട്ടുണ്ടാ? ഇല്ല സ്വാമി, ഞാൻ പറഞ്ഞത് ഈ ഒരൊറ്റ കള്ളം മാത്രമാ. ഇതല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വീണ്ടും കള്ളം പറയുകയാണ്? ഇല്ല സ്വാമി, ഞാൻ കള്ളം പറയുന്നതല്ല. അങ്ങയോട് ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുക, എന്നെ കൈവിടരുത്. ഇനി ഒരിക്കലും ഞാൻ കള്ളം പറയില്ല. ദേവി ഇത് വരണം സ്വാമി. സ്വാമി, പ്ലീസ് വരണം സ്വാമി. ജയ് മഹാകാല. അളിയ, ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാകും.
അളിയ അങ്ങോട്ട് നോക്കി. എന്താടി പൊന്നെ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? എന്റെ അളിയനെ നീ എന്താടി ചെയ്തത്? നീ എന്താടി അത്രയ്ക്ക് വലിയ ആളാണോ? കാണട്ടെ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോയെന്ന് കരുതിയോ? ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ അങ്ങനെ പോയാലോ? നിക്കടി. നീ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ നിന്റെ സ്വരൂപം അറിയാൻ ഇടയാകും. നീ നിന്റെ സ്വയരൂപം എത്രത്തോളം മറയ്ക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും വേഗം നീ പോയ കാര്യം സാധിച്ചെടുക്കാൻ കഴിയും. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ അനന്യ. ഇനി ഒരു തവണ കൂടി നീ നിന്റെ സ്വയരൂപത്തെ ഇങ്ങനെ വെളിപ്പെടുത്തരുത്. ഞാനിനി എന്ത് ചെയ്യും? ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ചെറിയമ്മ പറഞ്ഞതുപോലെ ഞാൻ ആരാണെന്ന് ഇവന്മാരെ അറിയിക്കാൻ പാടില്ല. ദൈവമേ, എനിക്കൊരു വഴി കാണിച്ചു തരൂ. എന്താടി എന്താടി അഹങ്കാരാണോ? നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഇവളുടെ കൈ കയറി പിടിച്ചത്? അത് ചോദിക്കാൻ നീ ആരാടാ? മര്യാദക്ക് പോയാ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ അഡ്രസ് ഇല്ലാതാകും. ശ്മശാനത്തിൽ ശവമാവും നീ. ആരുടെ നീളത്തിൽ കുഴിച്ചുമൂടും ഞാൻ. എന്താടാ എന്നെ കണ്ടിട്ട് നിനക്ക് അമൂൽ ബേബി പോലെയാണോ തോന്നുന്നത്? നിനക്കൊന്നും അറിയില്ല. എന്റെ ഈ ശരീരം ഒരുക്കുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വച്ചൊന്ന് തന്നാലുണ്ടല്ലോ, ചിന്താത്ത ചിന്താ ചിന്ത. എന്താടാ നോക്കി നിൽക്കുന്നേ? ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുത്താ ഇവന്റെ ഈ ഡയലോഗെല്ലാം സ്റ്റക്കായി സ്ട്രോക്ക് വന്ന് താഴെ വീഴും. എന്താടാ പെണ്ണിന്റെ മുമ്പ് ഷോ കാണിക്കാൻ നോക്കാണോ? നിന്റെ വിളച്ചിലൊന്നും ഞങ്ങളോട് കാണിക്കണ്ട. ഞാൻ നിന്നോട് മര്യാദയ്ക്കാ പറയുന്നത്, ഇവിടെ നിന്ന് പൊക്കോണം. ഇവിടെ രക്ഷിക്കാൻ വന്നിട്ട് നിന്റെ ജീവൻ കളയണ്ട. സമാധിയാവും മോനെ. ഡേയ്, എന്താണ് നിന്റെ പേര്? എന്റെ പേര് ഭരത്. എടാ ഭരത്തെ, ശരീരം മാത്രം ഉണ്ടായ അടിക്കാവുന്നാണ് നിന്റെ വിചാരമെങ്കിൽ നിന്നെ പോലൊരു ഭൂലോകമട്ടം വേറെയില്ല. എന്നെ സംബന്ധിച്ച് ഇവള് വെറും ഒരു പെണ്ണല്ല, എന്റെ ഭാവി വധുവാ. അങ്ങനെ ആയിട്ട് പോലും ഞാനേ ഇവളുടെ കയ്യിൽ പിടിച്ചിട്ടില്ല. അപ്പൊ നീ പിടിച്ച ചുമ്മാ ഇരിക്കാൻ പറ്റുവാടാ? വായിൽ വരുന്ന ഡയലോഗ് സ്റ്റക്ക് ആവാതെ എങ്ങനെയാ അടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പക്ഷെ നീ എന്നെ തല്ലിയിരുന്നെങ്കിലും മിണ്ടാതെ ഞാൻ അടിയും കൊണ്ട് പോവുമായിരുന്നു. എന്നാ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ അനന്യയുടെ കയ്യിൽ പിടിച്ചിട്ട് അവളെ ഭീഷണിപ്പെടുത്തി അവളുടെ മനസ്സ് വേദനിപ്പിച്ചു അല്ലേ? നിന്നെ വെറുതെ വിടില്ലടാ ഞാൻ. സോറി ചേട്ടാ, ആരാന്നറിയാതെ ഞങ്ങൾ വളരെ മോശമായിട്ട് പെരുമാറി. ദയവായി ഞങ്ങളോട് ക്ഷമിക്കൂ. അവളോട് പോയി സോറി പറയടാ. സോറി സഹോദരി എന്ന് പറയണം, അല്ലെങ്കിൽ സോറി ചേച്ചി എന്ന് പറയേ. സോറി ചേച്ചി. സോറി സിസ്റ്റർ. ഏയ് നിക്ക് അനന്യ. ഏയ് അനന്യ, തനിക്ക് വേണ്ടി ആരോട് പോരാടാനും ഞാൻ തയ്യാറാ. ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ എതിർത്താലും ഞാൻ തന്റെ ഭാഗത്ത് നിന്ന് പോരാടും. എന്തെന്ന് വെച്ചാ താൻ എനിക്ക് ഇമ്പോർട്ടന്റാ, എന്റെ എല്ലാമാണ്. എന്റെ പ്രണയോടോ താൻ. അനന്യ ഒന്ന് നിക്ക്. PT ഉഷ ഓടുന്ന പോലെയാണല്ലോ ഓടുന്നേ. നോക്കടോ, തന്നെ ശല്യപ്പെടുത്താൻ വന്നവരൊക്കെ ഞാൻ തല്ലി ഓടിച്ചു. അറ്റ്ലീസ്റ്റ് താങ്ക്സ് ഒന്നും പറയണ്ട. ഐ ലവ് യു എന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ശരി ശരി, ഓക്കെ ഓക്കെ, ഐ എം സോറി. ഐ ലവ് യു പറയാൻ ഇനിയും സമയമുണ്ട്. അറ്റ്ലീസ്റ്റ് താങ്ക്സ് എങ്കിലും ഒന്ന് പറയടോ. ഞാനെന്തിനാ നിന്നോട് നന്ദി പറയുന്നേ? അല്ല, ഇങ്ങനെ കണ്ണിൽ കാണുന്നവരോടൊക്കെ സ്നേഹമാണെന്ന് പറഞ്ഞു നടക്കാൻ തനിക്കെന്താ നാണമില്ലേ?
ഞാനെപ്പോഴും തന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞേ? താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം സത്യവാ, ഇന്നല്ലെങ്കിൽ നാളെ താൻ ഉറപ്പായിട്ടും എന്നെ സ്നേഹിച്ചിരിക്കും. താൻ ഇങ്ങോട്ട് വന്ന് എന്നോട് ഐ ലവ് യു അർജുൻ എന്ന് പറയും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഞാൻ തന്നെ സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ബിക്കോസ് ഐ ആം ഇൻ ലവ്. ഞാനിപ്പോ പ്രണയത്തില, അതും നിന്നോടുള്ള പ്രണയത്തിൽ. അയ്യോ, താൻ കാറിപ്പോയിരുന്നു അല്ലേ? ഹേമ, ഓഹോ, എന്താ മയൂരി ബർത്ത്ഡേക്ക് വേണ്ടി ഇത്രയും ഷോപ്പിംഗ് ചെയ്തിരിക്കുന്നേ? കണ്ടില്ലേ അമ്മേ, ഇപ്പോഴേ മയൂരിക്ക് നമ്മുടെ അർജുനോട് എന്തുമാത്രം ഇഷ്ടമാണെന്ന്. കല്യാണത്തിന് മുമ്പേ ഇത്രയും കരുതൽ, ഇനി കല്യാണത്തിന് ശേഷം എന്തൊക്കെ കാണിക്കുവോ എന്തോ. അല്ലേ മയൂരി? അയ്യോ മുത്തശ്ശി, ഞാനിപ്പോ എന്തൊക്കെ കാണിച്ചിട്ടും മുത്തശ്ശിയുടെ പേരക്കുട്ടി ഒരു അരമണിക്കൂർ പോലും എനിക്ക് കിട്ടുന്നില്ല. ഇനി കിട്ടിയാലും ഒറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി അങ്ങ് പോകും. ഞാൻ എന്റെ വിഷമം പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചിരിക്കുകയാണല്ലേ? ഞങ്ങൾക്ക് ചിരി വന്നതേ നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടല്ല, നിന്നെ പറ്റിച്ചിട്ട് പോയെന്ന് പറഞ്ഞില്ലേ, അതോർത്തിട്ടാ ഞങ്ങള് ചിരിച്ചേ. ഇത്രയും നാളും അവൻ ഞങ്ങളെല്ലാം പറ്റിച്ചിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇന്നവൻ നിന്നെ പറ്റിച്ചിരിക്കുക. എന്തായാലും കല്യാണത്തിന് ശേഷം അർജുനെ നിന്റെ സാരത്തുമ്പിൽ കെട്ടി കൂടെ കൊണ്ടു നടക്കുന്നത് നിന്റെ മിടുക്ക്. നോക്കിക്കോ അമ്മ, കല്യാണത്തിന് ശേഷം അർജുൻ എന്റെ പുറകേന്ന് മാറില്ല. നിങ്ങൾ കണ്ടോ? പകൽക്കിനാവ് കാണല്ലേ മയൂരി? അർജുൻ നീ വിചാരിക്കുന്ന പോലല്ല. നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അർജുനെ കല്യാണം കഴിക്കാൻ ഒറ്റക്കാലിൽ നിൽക്കുവല്ലേ. പക്ഷെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിന്നെ താലി കെട്ടാൻ ഒരു നിമിഷം ബാക്കിയുള്ളപ്പോ അവൻ അങ്ങ് എസ്കേപ്പ് ആവും. നോക്കിക്കോ. അതുകൊണ്ടാ പറയുന്നേ, എന്തൊക്കെയായാലും നീ അല്പം സൂക്ഷിച്ച് നടക്കണമെന്ന്. ചിത്ര, എന്തൊക്കെയാ പറയുന്നത്? അവൻ എന്റെ കൊച്ചുമോനാ, അവൻ അങ്ങനൊന്നും ചെയ്യില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് അവൻ പോയി, അതെന്തിനാ ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത്? അല്ല മുത്തശ്ശി, ഞാൻ എന്ത് തെറ്റു പറഞ്ഞിട്ടാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എത്ര അർജന്റ് ജോലിയായിരുന്നാലും ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് കൂടെ ഉള്ളപ്പോ ആരെങ്കിലും ഒറ്റയ്ക്കാക്കിയിട്ട് പോവോ? എന്നിട്ടും അർജുൻ ഒറ്റയ്ക്കാക്കി പോയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. എന്താ എന്താ നീ പറഞ്ഞു വരുന്നത്? വേറെന്തോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? അർജുൻ വേറെ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ചിത്ര ചേച്ചി, ചേച്ചി പറഞ്ഞതുപോലെ ആരെങ്കിലും അർജുനെ നോക്കുന്നുണ്ടെങ്കിൽ അവളുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിച്ച് അർജുനെ എന്റെ സ്വന്തമാക്കിയിരിക്കും. ഒരു കാരണവശാലും ഞാൻ അർജുനെ വിട്ടു കൊടുക്കില്ല. പറയടാ, എന്ത്? മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു പെണ്ണ് പാമ്പിനെ പോലെ നാക്ക് പുറത്തേക്ക് നീട്ടി കടിച്ചെന്നോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അവനിപ്പോ എങ്ങനെയുണ്ട്? അങ്ങനെയാണോ? ശരി, ഞങ്ങളങ്ങോട്ട് വരാം. അവനെ നന്നായി നോക്കിക്കോണം. ആ, എന്തുപറ്റി? ആരാ ഫോൺ ചെയ്ത്? നമ്മുടെ പയ്യനാ. അവൻ ഏതോ ഒരു പെണ്ണിനെ കളിക്കൊന്ന് ശല്യം ചെയ്യാൻ ശ്രമിച്ചതാ. പെട്ടെന്ന് തന്നെ അവള് പാമ്പിനെ പോലെ നാക്ക് പുറത്തേക്ക് നീട്ടി അവനെ കൊത്തി. അങ്ങനെയാണെങ്കിൽ അവളൊരു സാധാരണ പെൺകുട്ടിയാവാൻ ഒരു സാധ്യതയുമില്ല. 100% അവൾ നാഗകന്യക തന്നെ ആയിരിക്കും. അതെങ്ങനെ രുദ്ര? അവള് നാഗകന്യകയാണെങ്കിൽ
അവിടേക്ക് എന്തിനു പോണം? എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ ആരെങ്കിലും ഒരാളെ അന്വേഷിച്ച് തന്നെയായിരിക്കും അവൾ അവിടെ എത്തിയത്. നമ്മളെ തേടി പോകാനോ? എന്തിന്? നിനക്കറിയില്ലടാ അവളുടെ അച്ഛനും അമ്മയും നമ്മളാണ് കൊന്നതെന്ന്. അതിന് നമ്മളോട് പ്രതികാരം ചെയ്യാനായിട്ട് നോക്കി നടക്കുവാണ് അവള്. എന്നാൽ ഇതുവരെയും അവളെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. സ്വാമി തന്ന രക്ഷ നമുക്ക് ഇപ്പോഴും തുണയായിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഒന്നുകൊണ്ട്